എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മൂന്ന് ദേശീയ അവാർഡ് ഓൾമോസ്റ്റ് 310 ഫിലിംസ് ആയിട്ടാണ് കമ്പീറ്റ് ചെയ്തത് വിത്ത് ദ ബിഗസ്റ്റ് നെയിംസ് ലൈക്ക് പൊന്നിയൻ സെൽവൻ, കാന്താര, അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്പേസിൽ ഈ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുമ്പ് കുറേ മീഡിയക്കാർ വിളിച്ചു. വിളിച്ചിട്ട് ആട്ടമുണ്ട്, നമുക്ക് കിട്ടാത്തപ്പോഴെല്ലാം ജൂറി മോശവും നമുക്ക് കിട്ടുമ്പോൾ ജൂറി ഉദാത്തവും ആവുന്നു. ഈ കഥ മുഴുവൻ കിട്ടിയത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഒരു ഷവറിലാണ് എൻറ്റയർ സ്റ്റോറി കിട്ടിയത്. തൂവാന തുമ്പകളിനകത്ത് ഈ ക്ലാരയുടെ കഥാപാത്രനെ ഇയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ തങ്ങളിൽ ബിസിനസ് നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമം. ഈ അവസാനം ഇത് പ്രാങ്കാണ് എന്ന് തിരിച്ചറിയുകയും അവർ ഗ്രൂപ്പ് തമ്മിൽ അടിക്കുകയും ചെയ്യുന്ന സമയത്ത് അടി ഞങ്ങൾക്ക് കിട്ടിയ പോലെ തോന്നി. ഈ സിനിമ മൊത്തം പാളിസ്മോനായിട്ട് ആദ്യാവസാനം സാധ്യത കാര്യം. ഹലോ ആനന്ദ്, വെൽക്കം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ്, വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഭയങ്കര സോ പ്രൗഡ് ഓഫ് യു ആൻഡ് സോ ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഫീൽസ് അമേസിങ്. ഞാൻ ഈ സിനിമ ആദ്യം റിലീസായപ്പോൾ ഫെസ്റ്റിവൽസിലൊക്കെ വന്ന് അങ്ങനത്തെ ഒരു സിനിമയാണ്, കുറച്ച് ഓഫ് ബീറ്റാണ് എന്നൊക്കെ വിചാരിച്ച് കാണാൻ ആദ്യം ഒരു മടി കാണിച്ചിരുന്നു. പക്ഷേ ഇത് കണ്ടതൊരു പാക്ക് തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ റോയിൽ നിന്നാണ് ഞാൻ കാണുന്നത്. ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു സിനിമ, ഒരു നെറേറ്റീവ് ആയിരുന്നു. ഐ വാസ് മൈൻഡ് ബ്ലോൺ ബൈ ദ ഫിലിം. സോ അത് ആദ്യം തന്നെ പറയട്ടെ. തിയേറ്ററിൽ കണ്ടതിന് സന്തോഷം. ഇല്ല, തിയേറ്ററിൽ തന്നെ കാണണം എന്ന് തോന്നി. എല്ലാവരും അങ്ങനെ പറഞ്ഞു. ഭയങ്കര വേർഡ് ഓഫ് മൗത്ത് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ കാണണം എന്ന് തോന്നി. അത് ഐ എം ഗ്ലാഡ് ഐ ഡിഡ് ദാറ്റ്. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ഫീൽ നൗ? ഇപ്പോൾ അവാർഡ് കിട്ടി, ഇങ്ങനൊരു പിന്നെയും അതിനൊരു റീസർജൻസ് വന്നിരിക്കുകയാണ്. OTT-യിൽ ആൾക്കാർ കാണുന്നു, ആ സിനിമയെ പറ്റി സംസാരിക്കുന്നു. എന്താ we're talking on the third day announcement കഴിഞ്ഞിട്ട്. സോ ഇപ്പോൾ ഇറ്റ് ഫീൽസ് ഇപ്പോഴാണ് ഇതൊന്ന് സിങ്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഞാനിങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മൂന്ന് ദേശീയ അവാർഡ് ആ ഒരു ഇറ്റ് ഇസ് സ്റ്റിൽ ദേർ ഇത് ആ ഒരു കാരണം ഒന്ന് ഈ സിനിമ കമ്പീറ്റ് ചെയ്ത ഒരു സ്പേസ് ഒരു നാഷണൽ ലെവലിൽ ഓൾമോസ്റ്റ് 310 ഫിലിംസ് ആയിട്ടാണ് കമ്പീറ്റ് ചെയ്തത് വിത്ത് ദ ബിഗസ്റ്റ് നെയിംസ് ലൈക്ക് പൊന്നിയൻ സെൽവൻ, കാന്താര, അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്പേസിൽ ഇങ്ങനെ ഒരു ചെറിയ ഫിലിം ഇൻ ടേംസ് ഓഫ് സ്കെയിൽ ആൻഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ന്യൂ കമേഴ്സ്. അപ്പോൾ വിനയ് ഫോട്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇങ്ങനൊരു സിനിമയ്ക്ക് ബെസ്റ്റ് എഡിറ്റ് ആൻഡ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ആൻഡ് ബെസ്റ്റ് ഫിലിം കിട്ടുമ്പോൾ ഇറ്റ് ഇസ് എ വെരി എന്താ പറയുക സർറിയൽ ഫീലിംഗ്. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഈ ഒരു സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് 2024-ലാണ് റിലീസായത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 2022-ലെ അവാർഡ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡ്സിൽ ഈ സിനിമയെ പറ്റി ഒരു മെൻഷനും അതിന് മുമ്പത്തെ തവണ അനൗൺസ് ചെയ്തപ്പോൾ കണ്ടിരുന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു എന്തായിരുന്നു ഈ ഒരു കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? അതായത് നമ്മുടെ സിനിമ 2022 ഡിസംബറിലാണ് സെൻസർ ചെയ്തത്. ഇപ്പം 2023-ലെ സ്റ്റേറ്റ് അവാർഡ്സിലായിരുന്നു പരിഗണിക്കപ്പെട്ടത്, നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഫിലിം കംപ്ലീറ്റ് ആയെങ്കിലും നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഒരു റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അയക്കുന്നു. പക്ഷേ അപ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കാണിച്ചിരുന്നു സിനിമ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. ഫെസ്റ്റിവൽസും സബ്മിറ്റ് ചെയ്ത് സ്റ്റേറ്റ് അവാർഡ് സബ്മിറ്റ് ചെയ്ത് ശാലിനി പണിക്കറാണ് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. ആൻഡ് ഇൻഫാക്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുമ്പ് കുറേ മീഡിയക്കാർ വിളിച്ചു. വിളിച്ചിട്ട് ആട്ടമുണ്ട്, ബെസ്റ്റ് ഫിലിമിലുണ്ട്, സ്ക്രീൻ പ്ലേയിലുണ്ട്, ആക്ട്രസിലുണ്ട്, എവിടെയാണ് ലൊക്കേഷൻ, എവിടെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പ്രതീക്ഷ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒന്നും മെൻഷനൊന്നും വന്നില്ല പിന്നീട് എന്നുള്ളതിൻ്റെ ചെറിയ നിരാശ. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചതിൻ്റെ നിരാശ. പിന്നെ എസ്പെഷ്യലി എന്നേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയുള്ള ആക്ടേഴ്സിനൊക്കെ ഭയങ്കര ഒരു നിരാശ. പക്ഷേ അതിനെ ഇന്നും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെതിരെ അയക്കുന്നത് നമുക്ക് അവരെ വിശ്വാസമില്ല എങ്കിൽ ദർ ഇസ് നോ പോയിന്റ് എന്താ. അത് അങ്ങനെ അല്ലായിരുന്നു. നമുക്ക് കിട്ടാത്തപ്പോഴെല്ലാം ജൂറി മോശവും നമുക്ക് കിട്ടുമ്പോൾ ജൂറി ഉദാത്തവും ആവുന്നത് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് വളരെ സെൻസിബിൾ അല്ലാത്തൊരു സ്പേസാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇൻ ഹൈൻഡ്സൈറ്റ് പ്രത്യേകിച്ച് ഇപ്പോൾ നാഷണൽ അവാർഡ്സ് ഇങ്ങനെ 3 മെൻഷൻ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ആലോചിക്കുന്ന മെയിൻ കാര്യം വെച്ചാൽ അന്ന് എന്തെങ്കിലും ഒരു മെൻഷൻ വന്നിരുന്നെങ്കിൽ തിയേറ്റേഴ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വി ഗെറ്റ് സം ഫ്രീ ഗ്രേറ്റ് പബ്ലിസിറ്റി, ആളുകൾക്ക് കുറെ കൂടെ അത് കാണാനൊരു സഹായമായേനെ എന്നൊക്കെയുള്ള ഹൈൻഡ്സൈറ്റിലുള്ള ചിന്തകളല്ലാതെ
വെരി ഹാപ്പി വിത്ത് വാട്ട് എവർ ദ റിസൾട്ട് ഇസ് നൗ. ഇപ്പോൾ ഞാൻ ഏതൊക്കെ ഇൻ്റർവ്യൂസിൽ കണ്ടു, ഈ ഒരു ആക്ടേഴ്സിനെ വെച്ച് ആലോചിച്ചാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അത് ഇങ്ങനൊരു സബ്ജക്റ്റ് പറയാം എന്നുള്ളൊരു ഡിസിഷൻ. ഓക്കെ, ആക്ടേഴ്സിനെ ഷോക്കേസ് ചെയ്യാൻ ഇത്ര പേരുണ്ട്, വിനയുടെ ഫ്രണ്ട്സാണ്, നിങ്ങളുടെ തിയേറ്റർ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, എന്ത് കഥ വേണം പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, ഈ ഒരു സബ്ജക്റ്റ് തന്നെ പറയണം ആദ്യത്തെ സിനിമയിൽ എന്നുള്ളൊരു ഡിസിഷൻ എപ്പോഴാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിവേക് പറഞ്ഞ പോലെ ആദ്യമേ കാസ്റ്റ് തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന വിനയും ഷാജുചേട്ടൻ ഒഴിച്ച ബാക്കി ഇത്രയും പേര് പുതിയ ആൾക്കാർ, എനിക്കറിയാം ഈ സിനിമ ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസറിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചില പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിരുന്നു. അതായത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ചില ലിമിറ്റേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഇത് ചെറിയ ബഡ്ജറ്റ് സിനിമ ആയിരിക്കണം. അപ്പോൾ നമ്മൾ റിവേഴ്സിലാണ് വർക്ക് ചെയ്തത് ഞാൻ ആലോചിച്ചത്. അപ്പം ചെറിയ ബഡ്ജറ്റ് സിനിമ ആയിരിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ട് കുറവായിരിക്കണം, നമ്പർ ഓഫ് ലൊക്കേഷൻസ് കുറവായിരിക്കണം. അപ്പോൾ അങ്ങനെ ഈ ലിമിറ്റേഷൻസിനകത്ത് നമ്മൾ തീരുമാനിച്ച ഒരു ചേംബർ ഡ്രാമ ആവാം. പിന്നെ ഈ 13 പേരുടെയും എങ്ങനെ ടാലന്റ് ഷോക്കേസ് ചെയ്യാം. അതായത് ചെറിയ റോളിലേക്ക് വന്ന് പോകുന്നത് കൊണ്ട് കാര്യമില്ല, ഇവരെ എങ്ങനെ ത്രൂ ഔട്ട് കൊണ്ടുവരാം എന്നൊക്കെ. പിന്നൊരു വളരെ എൻഗേജിങ് സിനിമ ആയിരിക്കണം. ഇതിനകത്ത് എന്താ പറയുന്നത്, പൈസ മുടക്കുന്ന ഒരാൾക്ക് ഇതിനകത്തൊരു ഒരു എന്താ പറയുന്ന ഒരു വാണിജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഒരു സ്പേസിങ് ഉണ്ടാവണം, തീരെ ഇല്ലാതെ പോകരുത്. എന്നാൽ അതിനു വേണ്ടി ഒന്നും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഐ തോട്ട് ഒരു സ്വീറ്റ് സ്പോട്ട് നമ്മൾ വിചാരിച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, വേർ അത് ഈസ്തറ്റിക്കലി സിനിമ അപ്പീലിംഗ് ആവും, എന്നാൽ ഒരു സാധാരണ ഒരു ഓഡിയൻസ് ഒന്ന് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാം എന്ന് വിചാരിക്കുന്ന ഓഡിയൻസ് കണ്ടാൽ വളരെ എൻഗേജിങ് ആയിട്ടും ആവണം എന്നുള്ള ഇത്തരം മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു. അങ്ങനെയാണ് ഇതൊരു ക്രൈം ഡ്രാമ ആവാം എന്ന് തീരുമാനിച്ചു. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് എഴുത്തിലേക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കഥ മുഴുവൻ കിട്ടിയത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു ഷവറിലാണ് എൻറ്റയർ സ്റ്റോറി കിട്ടിയത്. അത് സംഭവിച്ചത് അങ്ങനെയാണ്. കാരണം ഇപ്പം ഞാൻ ആലോചിച്ച് ഇവരായിട്ട് തന്നെ നാടകക്കാരായിട്ട് തന്നെ പ്ലേ ചെയ്യട്ടെ. എനിക്ക് അറിയാവുന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ്, ഇവർക്ക് വളരെ പരിചിതമായ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ പിന്നെ എന്താണ് ഒരു ഗ്രൂപ്പ് 11 ആണുങ്ങൾ, അതൊരു ഗ്രൂപ്പാണല്ലോ, ഒരു കൂട്ടമാണല്ലോ. അപ്പോൾ ഒരു കൂട്ടവും ഒരു വ്യക്തിയും എങ്ങനെയാണ് ഒരു ക്രൈം നടക്കുമ്പോൾ, ക്രൈം ഡ്രാമയും തീരുമാനിച്ചു. ഇപ്പോൾ ഒരു ക്രൈം നടക്കുമ്പോൾ how does a group or a group is all, or a bigger group is a mob, or a bigger mob is a state or a nation, or it goes on like that. അപ്പോൾ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ്, ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഒരു ക്രൈമിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് എങ്ങനെയാണ്, നമ്മുടെ ഡൈനാമിക്സ് എന്താ, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളൊരു ഗ്രൂപ്പിലോട്ട് കയറുമ്പോൾ ഉള്ള നമ്മുടെ സൈക്കി എങ്ങനെയാണ് മാറുന്നത്, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു സൈക്കി എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ചോദിച്ച പോലെ എന്തുകൊണ്ട് ഈ ക്രൈം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ആലോചിച്ചു, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ആയിരിക്കണം, ഒരു ഫുഡ് ആൻഡ് ഇറ്റ് സ്ട്രക്ചർ ഉണ്ടാവണം, ബട്ട് അത് പെരിഫറലായിരിക്കണം, അതിൽ താഴെ നമുക്ക് ഡീപ്പർ സബ്ജക്ട്സ് പറയാൻ പറ്റണം. അപ്പോൾ ഒരു മേർഡർ അങ്ങനെയുള്ളതിലോട്ടൊന്നും പോകണ്ട. ഇങ്ങനൊരു വളരെ സേഫായിട്ടുള്ള സ്പേസ് എന്ന് കരുതുന്ന വളരെ കോർഡിയലായിട്ടുള്ളൊരു സ്പേസിനകത്ത് ഒരു സെക്ഷൽ അസോൾട്ട് എന്നുള്ളത് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഒരു ക്വിക്കായിട്ടൊരു ആലോചന വന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എനിക്ക് മനസ്സിലായത് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി സെൻസിറ്റീവ് സ്പേസ്, ഇറ്റ് ഇസ് എ വെരി റെസ്പോൺസിബിൾ സ്പേസ്. പക്ഷേ എങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയാത്ത ഡയമെൻഷൻസ് ഓഫ് അസോൾട്ട്, ലൈക്ക് വാട്ട് ഹാപ്പൻസ് ഇൻ ക്ലോസ് ഡോഴ്സ്, എസ്പെഷ്യലി ഇൻ ഡിസ്കഷൻസ്. പലപ്പോഴും നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും ഇത്തരം ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത ഏരിയാസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ അതിനകത്ത് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇമ്മീഡിയറ്റ്ലി ആ ക്ലൈമാക്സും എനിക്ക് ആ ഷവറിൽ തന്നെ കിട്ടി. ഓക്കെ, ആ ക്ലൈമാക്സ് കിട്ടിയപ്പോഴാണ് പിന്നീട് എല്ലാം ഇൻ റിവേഴ്സ് വർക്ക് ചെയ്ത് എടുക്കുക. ഇപ്പോൾ പറയുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് പ്രോസസ്സാണ് എന്നുള്ളത്. ആസ് എ റൈറ്റർ മൈസെൽഫ് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി ഈ ക്യാരക്ടേഴ്സിനെല്ലാം ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതും. എല്ലാവരും പല ഡിഫറെൻറ്റ് ബോക്സ് ഓഫ് സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാവരും പല രീതിയിലാണ് ഒരു ഇൻസിഡൻറ്റിനോട് റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം, ക്യാരക്ടറൈസേഷൻസും ഒക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ, ആ ക്യാരക്ടറൈസേഷൻസ് ചെയ്തെടുക്കാൻ എത്രത്തോളം സമയമെടുത്തു, എത്രത്തോളം ഒരു ഈസിയോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് പ്രോസസ്സായിരുന്നു? അതായത് ഇപ്പോൾ ഈ കഥ കിട്ടി ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് തോർത്തെടുത്തോണ്ട് തന്നെ ഞാൻ വിനയ് ഫോർട്ടിന് ഈ വോയിസ് മെസ്സേജ് അയക്കുകയാണ്. 2.5 മിനിറ്റുള്ള വോയിസ് മെസ്സേജ് ഇതാണ്. അപ്പോൾ വിനയ് എന്നെ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്ത്, എടാ ഞാൻ ഇങ്ങനെ ഒരുപാട് കഥകൾ ഈ കോവിഡ് സമയത്ത് കേൾക്കുന്നുണ്ട്, ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ തോട്ട്, ഇത് നമുക്ക് ചെയ്യാം ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു തുടങ്ങിയ മുതൽ നമ്മൾക്ക് മനസ്സിലായി
ഇത് വെറുതെ ഒരു പ്രൊഡ്യൂസറിന് കിട്ടിയ എളുപ്പമല്ലല്ലോ. അപ്പോൾ നമ്മളൊരു പൈലറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഏത് പ്രൊഡ്യൂസറിനെ കാണാൻ പോവുകയാണെങ്കിലും ശരി, ഒരു 10 മിനിറ്റിൻ്റെ സീൻ ഷൂട്ട് ചെയ്ത് ആ സീനുമായിട്ട് പോകാം. സോ ദാറ്റ് ആ പ്രൊഡ്യൂസറിന് ഇമ്മീഡിയറ്റ്ലി ഹി ഗെറ്റ്സ് എ പിക്ചർ ഓഫ് വാട്ട് ഐ ക്യാൻ ഡു ആസ് എ ഡയറക്ടർ, വാട്ട് മൈ സ്കിൽസ് ആസ് എ റൈറ്റർ ആൻഡ് വാട്ട് ദ ആക്ടേഴ്സ് ക്യാൻ ഷോക്കേസ്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകാം. അത് സിനിമാറ്റിക്കായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ച് നമ്മൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആശ എന്ന് പറഞ്ഞ്, അപ്പം അവളുടെ ഒരു 1.5 ലക്ഷം രൂപ കടം മേടിച്ച് ഞങ്ങൾ ഈ ആനന്ദ് ശ്രീചന്ദ്രൻ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ, പ്രേമത്തിൻ്റെ വൈഷ്ണവത്തിൻ്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ എൻ്റെ ജൂനിയറാണ്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അവൻ ഫ്രീ ഓഫ് കോസ്റ്റ് വന്ന് ഷൂട്ട് ചെയ്യുന്നു, സിംഗ് സൗണ്ട് തന്നെ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഈ 10 മിനിറ്റ് ആയിരുന്നു ആദ്യത്തെ എഴുതുന്നത്. ഈ 10 മിനിറ്റ് സീൻ ആദ്യം എഴുതി, അത് ഷൂട്ട് ചെയ്ത്, അത് റിഹേഴ്സൽ ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സീൻ സിനോപ്സിസ് എഴുതിയിരുന്നു. എവിടെ നിന്ന് എങ്ങനെ പോകും ഒരു സ്ട്രക്ചർ ആക്കിയിട്ട് പ്രൊഡ്യൂസറിനെ പോയി കാണാം. പക്ഷേ ഈ പൈലറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 3rd വീക്ക് തന്നെ നമ്മൾ ഈ പ്രൊഡ്യൂസറിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പൈലറ്റ് പ്രസൻറ്റ് ചെയ്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഇൻ്റർവെൽ പോയിന്റ്, അതായത് ഈ ഹരി എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്ന് ഈ ഒരു യൂറോപ്യൻ ട്രിപ്പ് ഓഫർ ചെയ്യുന്ന പോയിന്റ് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു നമ്മളിത് ചെയ്യുന്നു, എപ്പോഴാണ് ചെയ്യേണ്ടത്, എത്രയാണ് ബഡ്ജറ്റ്, ഇങ്ങനെ. പിന്നെ അത് ഹാപ്പി. ഞാൻ അത്രയും പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഇത്രയും പെട്ടെന്ന് സർവൈവ്ന്നു. ഇങ്ങനൊരു സിനിമയ്ക്ക് പെട്ടെന്ന് ഒരു ലോങ് ജേർണി ഉണ്ടാവുന്നതാണ്. പിന്നെ പെട്ടുപോയി. കാരണം ഇനി എഴുതിയേ പറ്റൂ. അപ്പോൾ ഇനി സാധാരണ നമ്മൾ അറിയാമല്ലോ, നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇരുന്നിരുന്ന് മടുക്കും, നമ്മളത് മാറ്റും. അപ്പോൾ ഇനി ഇത് തീർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ തുടങ്ങിയിട്ടൊരു ഒരു 4 monthsനകത്ത് എഴുത്ത് കംപ്ലീറ്റ് ആയി. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ചലഞ്ചിങ് പാർട്ട് വാസ് എല്ലാ സീനിലും 13 പേര് എന്ന് പറയുന്ന. അപ്പം നമ്മൾ ലൈക്ക് നമ്മളൊരു ക്യാരക്ടറിനെ എഴുതാൻ നേരത്ത് നമ്മൾ മാറി നിന്ന് ഒബ്ജക്റ്റീവായിട്ട് വീക്ഷിച്ച് ജഡ്ജ്മെൻറ്റലായിട്ടല്ല എഴുതുന്നത്. നമ്മൾ യു ബിക്കം ദറ്റ് ക്യാരക്ടർ ഫോർ എ വെരി ബ്രീഫ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ പലതരം സൈക്കുകളാണ്. ഒരു സെക്ഷൽ അസോൾട്ടാണ്, ആ അസോൾട്ടിനോട് സമീപിക്കുന്ന പലതരം ഒരു സോഷ്യൽ ഫാബ്രിക്കിലുള്ള പല സമീപനങ്ങളാണ്. ഈ സമീപനങ്ങൾ പലപ്പോഴും പുറത്ത് ഉള്ളത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതും പിന്നീട് ഇവോൾവ് ആയി വന്നതും ഒക്കെ ആയിട്ടുള്ള പല 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 മെൻ്റൽ കപ്പാസിറ്റീസും സ്റ്റേറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റീവിസിറ്റ് ചെയ്യും, നമ്മളതായി സമയത്ത് അതായി മാറി അത് എഴുതുകയും ചെയ്യുന്നു. അപ്പോൾ കാരണം അത് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യണമല്ലോ, എല്ലാ സീനിലും ഉള്ളതുകൊണ്ട് ഇതായി മാറണം, അതായി മാറണം, അങ്ങനെ. ദാറ്റ് വാസ് ചലഞ്ചിങ്. പിന്നെ പ്രാക്ടിക്കൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. 13 പേര് ക്യാരക്ടറൈസേഷൻ അങ്ങോട്ടും മാറിപ്പോവും. അപ്പം ഞാൻ ഇവരുടെയൊക്കെ ഫോട്ടോസ് എൻ്റെ വാളിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു. പിന്നെ ഓരോരുത്തർക്കും ഒരു 1-pager ഒരു ആർക്ക് ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ കണ്ടിന്യൂറ്റി ഓഫ് ദി ക്യാരക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ആർക്കുകൾ കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്നും, അല്ലെങ്കിൽ അവരുടെ സംസാര രീതിക്ക് അകത്തൊരു കണ്ടിന്യൂറ്റി ഉണ്ട് എന്നും. ചിലപ്പോൾ ഒരാൾ കൂടുതൽ സംസാരിക്കും, ഒരാൾ കുറവ് സംസാരിക്കും, ഒരാൾ ഭാഷയിൽ തെറി പറയും, വേറൊരാൾ വളരെ അച്ചടി ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്യാരക്ടറൈസേഷൻസ് റീറ്റെയിൻഡ് ആവണമെങ്കിൽ നമ്മൾ ഈ കഥ എഴുതുന്നത് 4 മാസം കൊണ്ടും സിനിമ കാണുന്നത് 2.5 മണിക്കൂറാണ്. അപ്പം ഇത് ഞാൻ എപ്പോഴും പോയി റീവിസിറ്റ് ചെയ്യുമായിരുന്നു. ഇത് കറക്റ്റായിട്ട് ഇസ് ഇറ്റ് ഫോളോയിങ് ഇൻ പ്ലേസ് എന്ന് പറയും. പിന്നെ സിനിമയിൽ സത്യം പറഞ്ഞ ഒരു ഡ്രാഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ഡ്രാഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പല പല ഡ്രാഫ്റ്റുകളിൽ അത്ര വിശ്വസിക്കുന്ന ഒരാൾ അല്ല. പക്ഷേ ഈ പല പല ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ഇല്ലെന്നുള്ളതല്ല. അങ്ങനെ എഴുതി തീർത്തൊരു സ്ക്രിപ്റ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡയലോഗ്സ് വളരെ രസകരമായ, വളരെ സ്ട്രോങ് ആയ, വളരെ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് ചിലപ്പം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ആസ് എൻ ഓഡിയൻസ് ഈ പറയുന്ന പോയിന്റ് ആണല്ലോ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് നെഗേറ്റ് ചെയ്യുന്ന വേറൊരു ആർഗ്യുമെന്റ് വരുന്നത്. ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്തെടുക്കുക, അതും പല പല നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാം പല പല ഭാഷയിലും പല പല ഡയലക്ട്സിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷേ ഇത് ത്രൂ ഔട്ട് ഡയലോഗ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഡയലോഗ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു? ആദ്യം സ്ക്രീൻ പ്ലേയുടെ കൂടെ തന്നെ എഴുതുമായിരുന്നു, അതോ ഒരു സീൻ ഓർഡർ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഡയലോഗ് ഒരു സീൻ ഓർഡർ ഉണ്ടാക്കിയിരുന്നു? എനിക്ക് ഇത് എങ്ങോട്ട് പോയി എവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയണം. അല്ലാതെ അങ്ങനെ പോകുന്ന വഴിക്ക് പോയി ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയിരുന്നു, പിന്നെ അതിലേക്ക് എഴുതുമായിരുന്നു. പക്ഷേ ഈ ഡയലോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഈ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ റീസൺസ് ഇപ്പോൾ ക്ലാര, മഴ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഒരു ഡയലോഗ് റൈറ്റിങ്ങിൻ്റെ ഈ പറഞ്ഞ അതായി മാറുക എന്ന് പറയുന്ന സമയം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് വിവേക്, ഈ നമുക്കൊരു ക്ലാര എന്ന് പറയുന്ന ഒരു സെക്സ് വർക്കറിനോട് നമുക്ക് അല്ലെ പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇറങ്ങാൻ ഒരാളോട് നമുക്ക് എംപത്തൈസ് ചെയ്യാം, നമുക്ക് അവരുടെ ഒരു ലോകം മനസ്സിലാക്കാം.
നമുക്ക് അത് അന്വേഷിച്ച് പോകുന്ന അല്ലെങ്കിൽ ഒരു ജയകൃഷ്ണനെയും നമുക്ക് മനസ്സിലാക്കാം, ഈ രണ്ട് എൻറ്റിറ്റിയെയും മനസ്സിലാക്കാം. പക്ഷേ നമുക്കൊരു തങ്ങളിനോട് എങ്ങനെയാണ് എംപത്തൈസ് ചെയ്യാൻ പറ്റുക? ഒരു പിമ്പാണ് അയാൾ. പക്ഷേ തൂവാനത്തുമ്പികളിനകത്ത് ഈ ക്ലാരയുടെ കഥാപാത്രനെ ഇയാൾക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ തങ്ങളിൽ ബിസിനസ് നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമം. എഴുത്തും വായന അറിയാത്തതുകൊണ്ടല്ലേ മാഷെ ഞാൻ നിങ്ങളെ സമീപിക്കുന്നതെന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ആ റൈറ്റിങ്ങിനകത്ത് നമുക്ക് 100% ഉറപ്പാണ് പത്മരാജൻ സാറ് അങ്ങനെ ആളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വിധിക്കാതെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹമായി മാറി അത് പറയുമ്പോൾ ഒരു ബ്രീഫ് ക്യാരക്ടറാണ് പല ഭാഗങ്ങളിൽ വന്നു പോകും. നമ്മൾ അദ്ദേഹത്തെ വിധിക്കുന്നില്ല, കാരണം റൈറ്റർ വിധിച്ചിട്ടില്ല. റൈറ്റർ ജഡ്ജ്മെന്റലായിട്ടല്ല നിങ്ങൾ ഇങ്ങനെ നോക്കൂ, നിങ്ങൾ അങ്ങനെ നോക്കൂ എന്നുള്ളതല്ല. നിങ്ങൾ ഇയാളെ അറിയൂ, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിം, ദിസ് ഇസ് ദ സ്പേസ് ദാറ്റ് ഹി ഈസ് ഇറ്റ്. ഇത് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതാണ് നമ്മളും ആട്ടത്തിനകത്ത് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ്. അവരവരുടെ ജീവിത സാഹചര്യം, ഓരോരുത്തരുടെ ജീവിത സാഹചര്യം, അവർ വളർന്നു വന്ന സാഹചര്യം, അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, അവരുടെ വിദ്യാഭ്യാസം, അവർ പോയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാമാണ് അവരുടെ ഭാഷയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ പ്രസൻറ്റ് ചെയ്യുക, സത്യസന്ധമായിട്ട് ഓണസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഈവൻ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ നോൺ ജഡ്ജ്മെൻ്റലായിട്ടാണ് അതിനെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഷോർട്ട് ഡിവിഷൻസ് ആണെങ്കിലും എല്ലാം തന്നെ ആൻഡ് ലീവ് ഇറ്റ് ടു ദ ഓഡിയൻസ്. അപ്പം ഓഡിയൻസ് ഒരാളോട് വിയോജിക്കും ആൻഡ് യു വിൽ ഹാവ് കോൺഫ്ലിക്റ്റ്, സംശയം ഉണ്ടാവും. ആൻഡ് ആ ഓഡിയൻസ് അവനവനെ തന്നെ അവരിൽ കാണും, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെ കാണും. ഇത്തരം എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാവണം. എപ്പോഴും ഒരു ഡയലോഗിനകത്തോ ഒരു ക്യാരക്ടറിനകത്തോ ഒരു 20-30% ഓഡിയൻസിന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവർക്ക് വിടണം എന്നൊരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ക്യാരക്ടറൈസേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെ ഇതിന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എലമെൻ്റാണ് ഇതിൽ ഹ്യൂമർ. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ ഹ്യൂമറിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ വളരെ സ്വാഭാവികമായിട്ട് ഈ പിരിമുറുക്കത്തിൻ്റെ പുറത്ത് വരുന്ന ഹ്യൂമർ അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു. അത് എങ്ങനെ വേണേൽ കയ്യിൽ നിന്ന് പോകാവുന്നൊരു ഏരിയയും കൂടെയാണ്. അപ്പോൾ വേണേൽ പാളിപ്പോവാം ഇങ്ങനൊരു സബ്ജക്റ്റ് പറയുമ്പോൾ. അത് എത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് ഡീൽ ചെയ്തതും അത് എങ്ങനെയാണ് ഹ്യൂമർ ഇതിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ ഭയങ്കര റിസ്കിയാണ്. ആക്ച്വലി നേരത്തെ വിവേക് പറഞ്ഞ പോലെ അങ്ങനെ ഹ്യൂമർ കൊണ്ടുവരാം എന്നൊരു ട്രാക്കേ ഇല്ല. എസ്പെഷ്യലി ആ ക്രൈമിൻ്റെ ക്രൈം അവതരിപ്പിച്ച് കഴിയുമ്പോൾ മുതൽ ഇല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ പീപ്പിൾ ഇൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത് കാണുന്നവർക്കൊരു ചിരി ഉണ്ടാക്കും. അതായത് അത് വളരെ പിരിമുറുക്കത്തിൽ അവർ നിസ്സഹായരായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അല്ലെങ്കിൽ ഒരാളുടെ കള്ളി വെളിച്ചത്താവും, ഒരാളുടെ കള്ളത്തരം വെളിച്ചത്താവുമ്പോൾ ആ ചിരി എന്ന് പറഞ്ഞാൽ പലപ്പോഴും കണക്കായിപ്പോയി, അല്ലെങ്കിൽ അവൻ പെട്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഷ്രൂഡ്നെസ്സിൻ്റെ പീക്ക് കാണുമ്പോൾ ഉള്ള ഒരു തരം ചിരിയാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ നമ്മൾ ഓൾമോസ്റ്റ് ഞാനൊരു 10-60 സ്ക്രീനിങ്സിലെങ്കിലും ഞാൻ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില സീനുകൾ ആൾക്കാർ ചിലവർ ചിരിക്കുകയും ചിലവർ ഒരേ സീനിൽ ചിരിക്കുകയും ചിലവർക്കത് വളരെ ഡിസ്റ്റർബിങ് ആവുകയും ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഭയങ്കര നമ്മൾ ഓർക്കുന്ന ഈ അഞ്ജലി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവസാനമായി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരും വിശ്വസിക്കേണ്ട, ചേട്ടൻ എന്താ തോന്നുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അജി എന്ന് പറഞ്ഞ കഥാപാത്രം പറയുകയാണ്, ആദ്യം നീ ഹരിയുടെ പേര് പറഞ്ഞു, പിന്നെ അത് നന്ദനായി, നാളെ നിനക്കൊരു തോന്നുകയാണ് ഞാനാണത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഒരുപാട് പല ആൾക്കാരത് ചിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒരു വലിയ സെറ്റ് ഓഫ് ആൾക്കാർക്ക് അത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അയാളെ പല്ലാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ അയാളും കൂടെ കൈ ഒഴിയുന്നു, അയാൾ ഇത്രയും നേരം വിശ്വസിച്ച ആ ആളല്ല, അയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക, എങ്ങനെയാണ് ഇത് എന്ന് തോന്നി. അപ്പോൾ ചിരിച്ചിട്ട് നമുക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് വരും, നമുക്ക് തന്നെ ഗിൽറ്റി ഫീലിംഗ് തോന്നുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതായത് എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ അവസാനം ഇത് പ്രാങ്കാണ് എന്ന് തിരിച്ചറിയുകയും അവർ ഗ്രൂപ്പ് തമ്മിൽ അടിക്കുകയും ചെയ്യുന്ന സമയത്ത് അടി ഞങ്ങൾക്ക് കിട്ടിയ പോലെ തോന്നി, കാരണം ഒരു തോട്ട് പ്രോസസ്സിലുള്ളൊരു അടിയായ പോലെ തോന്നി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ റീഡിങ്സും മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സും വ്യൂവറിനുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിരിക്കായിട്ട് എഴുതിയിട്ടില്ല, ചെയ്യുമ്പോൾ നമ്മൾ അവെയറാണ്. ദാറ്റ് നമുക്കറിയാം. ഓഫ് കോഴ്സ് ഈ പിരിമുറുക്കത്തിൽ വരുന്ന ഹെൽപ്ലെസ്നെസ്സിനകത്ത് ഒരു തരം ചിരി, ഒരു
മേ ബി സം സോർട്ട് ഓഫ് എ ബ്ലാക്ക് ഹ്യൂമർ ഉണ്ടാവുന്നു. പക്ഷെ അത് ഏതെങ്കിലും പോയിന്റിൽ പേടിപ്പെടുത്തിയിരുന്നോ ഇങ്ങനൊരു റിസ്കി ഭാഗമാണ്, ഇത് പാളിപ്പോവാൻ സാധ്യതയുണ്ട്? ഈ സിനിമ മൊത്തം പാളിപ്പോകാനായിട്ട് ആദ്യാവസാനം സാധ്യത കാര്യം. കാരണം ഇച്ചിരി ക്രിഞ്ച് ആയാലോ, ഇച്ചിരി അതായത് ക്രിഞ്ച് ഫർഗെറ്റ് ക്രിഞ്ച്, ഈ സിനിമ ഒരല്പമെങ്കിലും പ്രീച്ചി ആയിരുന്നു, അല്പമെങ്കിലും ഓഡിയൻസിനെ ഉപദേശിക്കുന്ന തലത്തിൽ, അതായത് സിനിമ ഒരു ഹോളിയർ ദാൻ ദോസ് സ്പേസ് ആക്കുകയും ഞങ്ങൾ ഉയരത്തിലാണ്, ഞാൻ ഡയറക്ടർ റൈറ്റർ ഉയരത്തിലാണ്, സിനിമ ഉയരത്തിലാണ്, നിങ്ങൾ ഓഡിയൻസ് താഴെയാണ് എന്നുള്ളൊരു പ്രീച്ചി സ്പേസ് എടുത്തിരുന്നെങ്കിൽ ഈ സിനിമ അടിമുടി പാളിപ്പോയ. എന്തെങ്കിലും ഒരു സ്ലോഗൻസ്, സ്റ്റേറ്റ്മെന്റ് വളരെ ബോധപൂർവമാണ്, സ്ക്രിപ്റ്റിൽ അറിയാതെ പോലും അതിൻ്റെ ഒരു ഫോർത്ത് വോൾ ബ്രേക്കിംഗ് ഉണ്ടാവരുത്. നമ്മൾ ഒരിക്കലും അഫ്കോഴ്സ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ചുറ്റിനും അത്തരം ക്രൈംസ് നടക്കുന്നു. പക്ഷെ ഒരിക്കലും അതിനെക്കുറിച്ച് നോക്കൂ, ഈ ക്ലൈമറ്റിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ ബോധപൂർവം പല പല വാക്കുകളും ഉപയോഗിക്കാതെ ഒക്കെ ശ്രമിച്ചിരുന്നു, സോ ദാറ്റ് the viewer is staying in the film. At the end of the day, it is a storytelling. The story is about them. കാരണം എനിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഞാനാരാ? ഒരു സിനിമ എന്ത് മെസ്സേജ് കൊടുക്കാനോ നന്നാക്കാനോ ഇങ്ങനെ ഇന്നൊരു പൊളിറ്റിക്കൽ വ്യൂ പറയാനോ അല്ല. എന്നെ സംബന്ധിച്ചോളം ആട്ടം ഒരു റിഫ്ലക്റ്റീവ് സ്പേസ് ആണ്, എങ്ങനെ വേണമെങ്കിലും അതെടുക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് കേരള ജനത എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമയം ജഡ്ജ്മെൻറ്റിലാണ്, അതേസമയം പ്രോഗ്രസീവ് ആണ്, അത് ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അത് അവരുടെ മുമ്പിലേക്കാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ഇത് കുറേ സിനിമകൾ, ചില സിനിമകൾക്കൊക്കെ ഈ പറഞ്ഞ മെസ്സേജ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇത് പക്ഷേ വളരെ എൻഗേജിങ് ആയിട്ടൊരു കഥ പറച്ചിലാണ്. ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് സമീപിക്കുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞ് ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടോ ആളുകളുടെ? ഒട്ടനവധി. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു സിനിമയും ഒരു ആർട്ട് ഫോമും ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് മാറ്റിമറിക്കുന്നില്ല. അത് നമ്മൾ വളരെ റെയറായിട്ട് ചില സിനിമകൾ നമ്മളെ സബ്കോൺഷ്യസ്ലി നമ്മളെ മാറാൻ ഒന്ന് പുഷ് ചെയ്യും. എക്സാക്ട്ലി, ഒരു ഇൻഡിവിജ്വലിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു 10 പേരൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ 10 പേരെ അങ്ങോട്ട് ഒരേ രീതിയിൽ അങ്ങോട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല, ഒരു വ്യക്തിനെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ ആ വ്യക്തികൾ എന്ന് പറയുന്ന സാധനം ഒരുപാട് വ്യക്തികളെ, കാരണം എസ്പെഷ്യലി ഫെസ്റ്റിവൽ സർക്യൂട്ടിലൊക്കെ ഞാൻ പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഒരു ഫെസ്റ്റിവലിൽ, IFFK ഫെസ്റ്റിവലിന് ഒരു പയ്യൻ വന്നിട്ട് പടം കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്ത് ഇറങ്ങുന്നു, കെട്ടിപ്പിടിച്ചൊരു ലിറ്ററലി ഒരു 5 minutes പൊട്ടി കരയെന്നാണ് പൊട്ടിപ്പിടി, ഒരു 6 അടി 4 ഇഞ്ച് പൊക്കമുള്ളൊരു ആൾ ഭീമാകാരായിട്ട് കരയാണ്. എന്നിട്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് കാമുകിയുടെ കൂടെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റിയില്ല, ഇങ്ങനൊരു വളരെ സിമിലർ ആയിട്ടുള്ള ക്ലോസർ സ്പേസിൽ നിന്ന് ഇങ്ങനൊരു അസോൾട്ട് ഉണ്ടാവുകയും അദ്ദേഹത്തെ അത് വല്ലാതെ ഒലിച്ചു കളഞ്ഞു. അങ്ങനെ ഒട്ടനവധി റെസ്പോൺസസ്, എസ്പെഷ്യലി എനിക്ക് സന്തോഷം തോന്നുന്നത് ആണുങ്ങളിൽ നിന്ന്, ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു, ഞാൻ ഇത്രയും ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വളരെ ഓണസ്റ്റ്. അത് അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമല്ല. അപ്പോൾ ഈ സിനിമ അവരെ ജഡ്ജ് ചെയ്യാതെ, അവരെ ഉപദ്രവിക്കാതെ, അവരെ കുറ്റപ്പെടുത്താതെ അവരെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചു. അവരെ അത് അഡ്മിറ്റ് ചെയ്യാതെ, മറ്റേ ചെയ്യിച്ചിരുന്നെങ്കിൽ അവരത് അഡ്മിറ്റ് ചെയ്യില്ല, ഒരിക്കലും ആ സോണേ വേറെ. അപ്പം അങ്ങനെ അവർ മുമ്പോട്ട് വന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഇപ്പം പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് ഈ സിനിമ സത്യം പറഞ്ഞാൽ ആണുങ്ങളുടെ ഒരു വ്യൂവിങ്ങും അവരുടെ അനുഭവവും സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ കാണുന്ന അവരുടെ എക്സ്പീരിയൻസ് രണ്ടാണ്. ഒന്ന്, എസ്പെഷ്യലി ഇത്തരം ക്രൈമിലൂടെ സ്വയം പോവുകയോ അല്ലെങ്കിൽ വളരെ സെക്കൻഡ് ഹാൻഡ് കേട്ട അനുഭവം, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കേട്ട പരിചയമുള്ളവരുടെയോ ഈ വ്യൂവിങ് എക്സ്പീരിയൻസ് രണ്ടാണ്. ഇനി ആണും പെണ്ണും അല്ലാത്ത വേറെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു സിനിമ കണ്ടാലും ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ബോംബെയിൽ ഈ പടത്തിന് സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ ഒരു 5 പെൺകുട്ടികൾ എന്നെ പടം ഇറങ്ങി കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത്, ഇപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അവർ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് എന്നെ കണ്ടു കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാക്ട്ലി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എങ്ങനെ, ഹൗ ഡിഡ് യു റൈറ്റ് ദ ഡയലോഗ്സ് ഓഫ് ദീസ് മെൻ, ലൈക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ഇതേ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതേ ലൈൻ ഓഫ് ആർഗ്യുമെൻ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യു ആർ സർപ്രൈസ്, ബിക്കോസ് ഞാൻ സിനിമ ചെയ്യാൻ നേരത്തെ അങ്ങനെ വലിയ സ്റ്റഡിയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു റിസർച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇത്തരം റെസ്പോൺസുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നേരത്തെ പറഞ്ഞിരുന്നു ഇവരെ മനസ്സിൽ വെച്ചാണ് സിനിമ തുടങ്ങിയതെന്ന്,
സിനിമയിൽ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് 11 men and a woman എന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ അവരും ഈ പെൺകുട്ടിക്ക് എതിരെ നിൽക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളായിരിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആലോചിച്ചിരുന്നോ അങ്ങനെ ഒരു പോയിന്റ് കൂടെ വേണോ എന്ന്, ഇങ്ങനെ ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നിരുന്നോ? ആക്ച്വലി സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ എസ്പെഷ്യലി ഫെസ്റ്റിവൽസിനാണല്ലോ നമുക്ക് ഓഡിയൻസുമായിട്ടൊരു ഇൻട്രാക്റ്റീവ് സെല്ലിംഗ് ഉണ്ട് എല്ലാ സ്ക്രീനിങ് കഴിയുമ്പോഴും. അപ്പോഴാണ് നമ്മൾ ഇവരുടെ ചോദ്യങ്ങൾ അറിയുന്നത്. അപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് കേട്ട ഒരു ചോദ്യമാണ്, വളരെ സെൻസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വളരെ റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടി ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ തന്നെ വേറെ സിനിമയാണ്, അതിൻ്റെ ഡൈനാമിക്സ് തന്നെ വേറെയാണ്. എന്തൊക്കെ പറഞ്ഞാലും 11 ആണുങ്ങളുടെ കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ ആക്ച്വൽ പ്രസൻസിനകത്ത് ഒരു ആണുങ്ങൾ സംസാരിക്കുന്നു, നമുക്കൊക്കെ അറിയാമല്ലോ, സംസാരിക്കുന്നത് ആണുങ്ങൾ മാത്രം ഒരിക്കലും സംസാരിക്കുന്നത് തമ്മിലുള്ള ഭാഷയിലും ഡയലോഗ്സിനകത്തും ഒരുപാട് വ്യത്യാസമാണ്. അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ അത് വേറൊരു സിനിമയാണ്. ഞാൻ എഴുതുന്ന സമയത്ത് ഒരിക്കലും തന്നെ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ല. അതിന് വേറൊരു കാരണമുണ്ട്, ഇതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനാരിയോ അല്ല. അതായത് ഒരു നാടക സംഘത്തിൽ 11 അല്ലെങ്കിൽ കുറേ ആണുങ്ങളും ഒരു പെണ്ണുമുള്ള നാടകം. ഞാൻ 16 വർഷം ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ ആക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. ഞങ്ങളുടെ കർണഭാരം എന്ന് പറഞ്ഞ നാടകത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ ആ പെൺകുട്ടി എന്ന് പറയുന്നത് പല ആക്ടേഴ്സ് മാറി മാറി വരും, പക്ഷെ ഒരാളേ ഉള്ളൂ. അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പോൾ എനിക്കതൊരു അൺറിയലിസ്റ്റിക് സിനാരിയോ ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ബട്ട് ഓഫ് കോഴ്സ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ, ബട്ട് ഇറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഫിലിം. എനിക്ക് തോന്നുന്നു സിനിമാ സെറ്റുകളിൽ പോലും പല സമയത്തും പെൺകുട്ടികൾ ഒറ്റപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും വലിയൊരു ആൺകൂട്ടത്തിൻ്റെ ഇടയിൽ പെൺകുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷനും കൂടെ വന്നതായിരിക്കാം ആൾക്കാർ റെഡിയാവും. പിന്നെ വേറെ കാര്യമുണ്ട് രഞ്ജിത്ത്, ഇത് ഞാൻ അങ്ങനെ ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആണ് വേഴ്സസ് പെണ്ണ് എന്നുള്ളൊരു ഐഡിയയിലല്ല ഇത് ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു ഐഡിയയിലാണ്. ഇതിനകത്ത് ഇൻഡിവിജ്വൽ പെൺകുട്ടിയാണ്. ഇതിൻ്റെ ക്രൈം ഇതായതുകൊണ്ടാണ് സഡൻലി ഇറ്റ് ഹസ് ബിക്കം ആ ഡയമെൻഷൻ കൂടെ അത് വരുന്നത്. അതില്ല എന്നുള്ളതല്ല, ഇത് അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസ്. അല്ലാതെ ഒരു ജെൻഡർ ഒരു ഡിഫറൻസും ജെൻഡർ അതും മാത്രമല്ല ഇതിൻ്റെ, അല്ലെങ്കിൽ അതല്ല ഇതിൻ്റെ ബേസ്. ഇത് ഡെവലപ്പ് ചെയ്ത ബേസ് അതല്ല. അതിൽ ഈ ഗ്രൂപ്പ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഐഡിയയിലേക്ക് ഈ ക്രൈം വരുമ്പോൾ ആ ഡയമെൻഷനും കൂടെ അതിൻ്റെയൊക്കെ വരികയാണ് ചെയ്തത്. ഇപ്പോൾ സറിൻ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. സറിനെ ആദ്യം ഫാമിലി മാനിൽ കാണുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്തിരുന്നത് നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ആണല്ലോ. ഈ ഒരു സിനിമയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. സറിനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? സറിനെ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു സറിനായിട്ടുള്ള വർക്കിംഗ് പ്രോസസ്സ്? ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഈ കഥയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ സിനിമയിൽ ഒരു ഫ്രെയിം നമ്മൾ കാണുമ്പോൾ ഫ്രെയിമിനകത്ത് 11 ആണുങ്ങളും അല്ലെ 12 ആണുങ്ങളും ഒരു പെണ്ണുമാണ് വരാൻ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ കോൺട്രാസ്റ്റ് ഇസ് വെരി എവിഡൻറ്റ്. ആ പെണ്ണ് എന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രെയിം തന്നെ ഇറ്റ് ക്യാൻ ബി വെരി ഡിസ്റ്റർബിങ്. അപ്പോൾ അത് തന്നെ ഒരുപാട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആക്ട്രസ് ആയിരിക്കണം. ഈ വെയിറ്റ്, ഈ റോള് വളരെ കുറച്ച് ഡീപ്പറായിട്ടുള്ള റോളാണ്. ഇത് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ആക്ട്രസ് ആയിരിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും സജസ്റ്റ് ചെയ്തു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, പക്ഷെ എനിക്കത് വേണ്ടിയിരുന്നില്ല. കാരണം എനിക്ക് വേണ്ടത് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ ഓഡിയൻസിന് കാണാൻ പറ്റുന്ന, വേറെ ഒരു സിനിമയുടെ റെഫറൻസോ ഒന്നും മനസ്സിൽ വരരുത്. ഈ കുട്ടി എന്താണെന്നോ, ഈ കുട്ടി പറയുന്ന സത്യമാണോ, പറയുന്ന കള്ളമാണോ, എങ്ങനത്തെ ആളാണോ, ഒന്നും ഒരു രീതിയിലും ജഡ്ജ്മെൻറ്റ്സ് വരാൻ പാടില്ലാത്ത, എന്നാലൊരു തിയേറ്റർ പേഴ്സൺ, ഒരു മിക്കവാറും തിയേറ്റർ ആക്ടേഴ്സിന് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് കഴിയുമെങ്കിൽ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു കുട്ടി വേണം എന്നൊക്കെ ആഗ്രഹിച്ചു. നമ്മൾ ഓഡിഷൻ കോൾ ഇടുന്നു. ഒരു 150 മെയിൽസ് വരുന്നു. അതിൽ നിന്നൊരു 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. ആക്ച്വലി ഞാൻ ഈ അഞ്ജലി എന്ന് പറയുന്ന റോളിലേക്ക് ഞാൻ വേറൊരു പെൺകുട്ടീനെ ഓൾറെഡി എനിക്ക് അറിയാവുന്ന ഒരാളെ മനസ്സുകൊണ്ട് കാസ്റ്റ് ചെയ്തിരുന്നു. ആ കുട്ടിയോട് ഞാൻ ഡയറക്റ്റ് ഈ 5 പേരിൽ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിരുന്നു, വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആ ഓഡിഷൻ ചെയ്ത അന്ന് ഈ സെറിൻ്റെ ഒരു എൻട്രിയും സെറിൻ്റെ ഒരു പെർഫോമൻസും ആ ഓഡിഷൻ്റെ രീതി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങൾ ആലോചിച്ച് ഈ ഇത്രയും വലിയ റോളാണ്. ഇപ്പോൾ സാധാരണ പോലെ ഒരു ചെറിയ എന്തെങ്കിലും ഡയലോഗ് പറയിപ്പിച്ച് നോക്കുക, കുറച്ച് പ്രൊഫൈൽ അത് ഫോട്ടോസ് എടുക്കുക, അത് ചെയ്യാതെ വൈ നോട്ട് മേക്ക് എ സ്മോൾ ഫിലിം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു സീൻ എഴുതി, ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലെ 3 minute ഫിലിം പോലെ എഴുതിയിട്ട് ഈ 5 സെലക്ട് ചെയ്ത 5 പേരുടെയും കൂടെ വിനയ് പെർഫോം ചെയ്തു.
അതാണ് വിനയുടെ ഒക്കെ ഒരു ഗ്രേറ്റ്നസ്. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഓരോ ഓഡിഷൻ ചെയ്യുന്ന ആക്ട്രസിൻ്റെയും കൂടെ ഈ പറഞ്ഞ 5 സീനും ബെഡ്റൂമിൽ ഡിഫറൻസ് സീൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പേസിൽ ബെഡ്റൂമിൽ ഒരു കാമുകിയും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് ആണ്. ആ ഓഡിഷൻ ടേപ്പ് ഞാൻ എടുത്ത് പുറത്തു വിടും. അപ്പോൾ ആ ഒരു ബെഡ്റൂമിൽ ഒരു അടുക്കളയിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പിലുള്ള 2 പേരുടെ ആർഗ്യുമെൻറ്റ്സ് ആണ് എൻ്റെ സീൻ. ഇത് എല്ലാവരുടെയും കൂടെ വിനയ് പെർഫോം ചെയ്തു. അപ്പം അതിനകത്ത് ഈ എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസ് ഉണ്ട്. അതിനകത്തൊരു പ്രണയത്തിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, അങ്ങനെ എല്ലാ റേഞ്ച് ഓഫ് ഇമോഷൻസും പാക്ക് ചെയ്തിട്ടാണ് ആ സീൻ എഴുതിയത്. അപ്പോൾ ഇതിലേക്ക് സെറിൻ വന്നിട്ട് സെറിൻ്റെ ഒരു പെർഫോമൻസ് ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാത്രമല്ല, ഞാൻ നേരത്തെ പ്രതീക്ഷിച്ച ആ കുട്ടിയാണെങ്കിൽ അന്ന് എന്തോ ഷീ ഹാഡ് ഹെർ ഓൺ പ്രോബ്ലംസ് പ്രോബ്ലി. അന്ന് ആ കുട്ടിക്ക് അത്രയും വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റിയില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ സെറിൻ്റെ പെർഫോമൻസ് വാസ് സോ അമേസിങ്. സെറിൻ അന്ന് ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും ഓഡിഷൻ ചെയ്യേണ്ടി വന്നേനെ. കാരണം എല്ലാവരും പെർഫോം ചെയ്തിരുന്നു, നന്നായി ചെയ്തിരുന്നു. പക്ഷെ ഞാൻ നോക്കുന്ന ഒരു ആളിനെ കിട്ടിയില്ല. അത് സെറിനായിരുന്നു. ആൻഡ് ഈ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ സെറിൻ്റെ അടുത്ത് പറഞ്ഞു, സെറിനെ ഇങ്ങനെ നമ്മൾ റിഹേഴ്സൽസ് ഉണ്ടാവും, 10-35 ദിവസം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തിരുന്നു, ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തു ഷൂട്ടിന് മുമ്പ്. അപ്പം സെറിൻ്റെ പോർഷൻസ് കുറവാണെങ്കിലും റിഹേഴ്സൽസിന് വരണം. കഥയിൽ അഞ്ജലി എന്ന് പറയുന്ന കഥാപാത്രം 16 വർഷമായിട്ട് അറിയുന്ന സുഹൃത്തുക്കളാണ് ഇവർ, ചേട്ടന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും ആ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ സെറിൻ വാസ് സോ വില്ലിങ് ടു ഡു ഓൾ ദോസ് തിങ്സ്. അപ്പോൾ പിന്നെ സെറിന് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സെറിൻ IIT-യിലാണ് പഠിച്ചത്. പക്ഷേ സെറിൻ ഇംഗ്ലീഷ് പ്ലേസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ കൊണ്ടുവരുന്നൊരു ഡിസിപ്ലിൻ ഉണ്ട്. ദേ നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് റിഹേഴ്സൽ. അതൊരു ഒരു വേണ്ടാത്തൊരു കാര്യമാണ്. അത് ഇനി എങ്ങനെ ചെയ്യും, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് 30 ദിവസം റിഹേഴ്സലിന് വരികയും ഇവരുമായിട്ട് എല്ലാം ജെല്ലാവുകയും ഒക്കെ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും വാസ് വെരി സ്ട്രോങ്. സോ ഷീസ് എ ബ്രില്യൻറ്റ് പെർഫോമൻസ്, നോട്ട് ഡൗട്ട്. ഈ തിയേറ്റർ ആക്ടേഴ്സ് അല്ലാണ്ട് ഇപ്പം വന്നിരിക്കുന്ന ചോയ്സസ് വിനയും ഷാജു ചേട്ടനാണ്. വിനയ് ആദ്യം മുതലേ ഈ സിനിമയുടെ ഭാഗമാണ്. വിനയ് ഈസ് എ ബ്രില്യൻ പെർഫോമർ. ആ റോള് അതിഗംഭീരമായിട്ട് വിനയ് ചെയ്യുന്നുണ്ട്. ഷാജു ചേട്ടൻ വളരെ യുണീക്ക് ആയിട്ടൊരു ചോയ്സാണ്. ഇങ്ങനൊരു സിനിമയിലോ ഈ ഒരു സ്പേസിലോ ഒന്നും ഷാജു ചേട്ടൻ അധികം ആയിട്ടില്ല. ഗംഭീര പെർഫോമറാണ്. പക്ഷെ ഷാജു ചേട്ടൻ തന്നെ വേണം ഈ ഒരു റോളിൽ, ഒരു മൂവി ആക്ടർ കം തിയേറ്റർ ആക്ടർ എന്ന ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള റോളിൽ വേണം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇപ്പോൾ ഈ സിനിമയിലെ ഹരി എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിലും ഒരു ഫിലിം ആക്ടറാണ്. അയാളിങ്ങനെ വലിയ തെറ്റില്ലാത്ത വേഷങ്ങളൊക്കെ ചെയ്യുന്ന, നായക വേഷമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പക്ഷേ ഇപ്പോൾ തൽക്കാലം വില്ലൻ വേഷമൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം ഒരു സെലിബ്രിറ്റിയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ എനിക്ക് വേണ്ടി ഈ ഹരി എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റും പിന്നെ ഇൻ്റർവെൽ പോയിന്റിലും ലാസ്റ്റും മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ ഒരു 3 സെഗ്മെൻറ്റിലാണ് ഇയാൾ വരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആലോചിച്ചത്. ഇയാളെ ഓർക്കണം, അപ്പോൾ ഒരു സിനിമയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെ ആയിരിക്കണം അത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അത് പുതിയൊരാളാവരുത്, അത് ഉള്ളൊരാളായിരിക്കണം. സോ ദാറ്റ് എപ്പോൾ ഹരി എന്ന് പറഞ്ഞാൽ ഈ മുഖം ഓർമ്മ വരണം, റീകോൾ ഉണ്ടാവണം, നല്ലൊരു പെർഫോമർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 പേരെ സെലക്ട് ചെയ്ത് വെച്ചിരും. അപ്പോൾ ഞാൻ എന്നിട്ട് വിനയുടെ അടുത്ത് പറഞ്ഞു, വിനയ് ഇങ്ങനെയൊക്കെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിനയ് എൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 4 പേര് ഗംഭീര ആൾക്കാരാണ്, പക്ഷെ നിനക്ക് മനസമാധാനത്തോടുകൂടി വർക്ക് ചെയ്യണം എന്നുള്ളതാണോ ആഗ്രഹം, അതോ മറ്റല്ല ഭയങ്കരമായ ഒരു സ്റ്റാർ എയർ ഉള്ളവരാണോ എന്നുള്ളതാണ്? അല്ല എങ്കിൽ മനസമാധാനമാണ് വേണ്ടതെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ കൂടുന്ന ഒരാളാണ് വേണ്ടതെങ്കിൽ ഷാജോൻ ചേട്ടനാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഷാജോൻ ചേട്ടൻ എൻ്റെ ഒരു ഓപ്ഷനായിരുന്നു ഈ 4 പേര്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓഫ്കോഴ്സ് മനസമാധാനം. അപ്പോൾ അങ്ങനെ ഷാജോൻ ചേട്ടനെ പോയി കാണുകയും ഈ കഥ ഷാജോൻ ചേട്ടൻ ചെല്ലുമ്പോൾ ഓൾറെഡി കാസ്റ്റ് കാര്യങ്ങൾ സ്ക്രിപ്റ്റിന് ഡീറ്റെയിൽ കാര്യമായിട്ടാണ് പോയി കാണുന്നത്. വിനയ് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം കഥ കേട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, അദ്ദേഹം ജോയിൻ ചെയ്യാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറെ വലിയ സംഭവം ഞാൻ ഷാജോൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഷാജോൻ ചേട്ടാ ഇങ്ങനൊരു സിനിമയാണ്, വളരെ ചെറിയ ബഡ്ജറ്റിൽ പോകുന്ന സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീസ് നമുക്ക് വേണ്ടി കുറച്ച് തന്നു. നമ്മൾ പറഞ്ഞതിൽ നിന്നും 2 ദിവസം എക്സ്ട്രാ അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ വന്നു. ഇതിലെല്ലാം അപ്പുറം വന്നത്, അപ്പോൾ അദ്ദേഹം കൂടുതലും സോ കോൾഡ് കൊമേഴ്ഷ്യൽ അങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആക്ടിങ് മീറ്റർ ചെയ്യുന്നതിനകത്തൊരു പെർഫോമൻസാണ്. എല്ലാത്തിനകത്തും എന്താ പെർഫോമൻസ് എന്ന് തോന്നുന്ന ഒരു പെർഫോമൻസിൻ്റെ രീതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റിനകത്ത് പുള്ളിക്ക് മനസ്സിലായി ബാക്കി ആൾക്കാർ ചെയ്യുന്ന ഒരു ബിഹേവിയറിൻ്റെ ഒരു ബീറ്റർ എന്താണെന്ന് മനസ്സിലായി. വളരെ ക്വിക്കായിട്ട് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് പറ്റും. പിന്നെ ഇൻട്രസ്റ്റിംഗ് റിവേഴ്സൽ സംഭവിച്ചു വെച്ചാൽ ഈ ബാക്കി എല്ലാവരും പുതിയ ആക്ടേഴ്സാണ്. അവർ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആക്ടർ ഓൺ സെറ്റ് വന്നാൽ
എസ്പെഷ്യലി എങ്ങനെയാണ് ഡയലോഗ്സ് പഠിക്കുന്നത്, എങ്ങനെയാണ് ആ ഡയലോഗ് ഡെലിവറി ചെയ്ത്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കണ്ടിന്യൂറ്റി. സിനിമയ്ക്ക് വേണ്ടത് അതാ. സിനിമയ്ക്ക് വേണ്ട കണ്ടിന്യൂറ്റിയുടെ മാസ്റ്ററാണ് ഈ ഷാജഹാൻ ചേട്ടൻ. ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ ഇത്രാമത്തെ അളവിൽ ഒരു ചുമ ഉണ്ടെങ്കിൽ അത് എല്ലാ ആംഗിളിലും ചെയ്യുകയും ചെയ്യും, എല്ലാ പ്രാവശ്യവും അത് ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും. അത്തരം പഠനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഫൈൻ ആക്ടർ. പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണ സിനിമയിലെ പോലത്തെ ഒരു പെർഫോമൻസ് അല്ല ഷാജഹാൻ ചേട്ടൻ്റെ ഇതിനകത്ത്. ഇറ്റ് ഇസ് മോർ സട്ടിൽ, മോർ ബ്രില്യൻറ്റ്. അപ്പം അന്ന് മുതൽ ഈ നമ്മുടെ ബാക്കിയുള്ള നാടകക്കാരിൽ നിന്ന് ആക്ച്വലി വിനയ് എപ്പോഴും മാറി നിൽക്കുമായിരുന്നു ഇൻ ടേംസ് ഓഫ് ഹിസ് ഫോക്കസ്. ഹിസ് ഫോക്കസ് ടു സിനിമയിൽ എത്ര ഫോർച്ചുനേറ്റ് ആണ് ആ സിനിമ എനിക്ക് സക്സസ്ഫുൾ ആയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ സിനിമയുടെ സക്സസ്സും മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പ്രൊഡ്യൂസറിനെ കുറിച്ച് മെൻഷൻ ചെയ്യപ്പെടാതെ പോകുന്ന ഒരു നേച്ചറുണ്ട്. പോട്ടെ അതിനെക്കുറിച്ച് ആനന്ദ് വറി ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു സോണുണ്ട് പുള്ളിക്ക്. ഒരു വല്ലാത്തൊരു സ്പിരിറ്റ് ഉണ്ട്. എപ്പോഴും സിനിമയിൽ ഈ വലിയ നായകന്മാർക്ക് വേണ്ടി പ്രൊഡ്യൂസർ എത്ര പണം വേണേൽ മുടക്കുകയും അവരുടെ എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയും ബാക്കി ചെറിയ ആൾക്കാരുടെ നിന്ന് അതിൻ്റെ 100-20 കുറയ്ക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. ഈ ഷൂട്ടിൻ്റെ സമയത്ത് ഇവരെല്ലാം പുതിയ ആക്ടേഴ്സാണ്. ഈ ക്ലാപ്പ് ബോർഡ് ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. ഈ സിനിമയുടെ എഡിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. എല്ലാ സീനിലും 10-13 പേര്